നമസ്കാരം. നഗരസഭയിലെ 10 സീറ്റ് ഇവർ തികച്ചു പിടിച്ച CPM 10 സീറ്റ് CPM തികച്ചു പിടിച്ച ഈ പരിപാടി ഞാൻ അവസാനിപ്പിക്കും. ഉറപ്പാണ്. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിഹ്നത്തിൽ 10 സീറ്റ് തികച്ചു പിടിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് അവർ മുന്നണിയായിട്ടും ചിഹ്നത്തിലില്ലാതെയും മത്സരിച്ച് 10 സീറ്റ് തികച്ചു പിടിച്ചിട്ടില്ല. അതൊരു വല്ലാത്ത വെല്ലുവിളിയായിരുന്നു. ഇതൊക്കെയാണ് ആത്മവിശ്വാസം എന്ന് പറഞ്ഞ സംഗതി. ഇത് പാലക്കാട് BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. ഈ ഒരു ഏറ്റുമുട്ടൽ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ ആഘോഷിച്ച ഒരു ഏറ്റുമുട്ടലായിരുന്നു. മനോരമ നടത്തിയൊരു പരിപാടിയായിരുന്നു. അതിൽ മറുസൈഡിൽ നിന്നത് ആർഷോയാണ്, PM ആർഷോയാണ്, നേരത്തെ SFI നേതാവ്. അയാൾ ഈ മഹാരാജാസ് കോളേജിൽ കിടന്ന് വോട്ട് വിളയാടിയതിൻ്റെ ഓർമ്മയിലാണ് ഇവിടെ ഈ പ്രശാന്ത് ശിവനോട് മുട്ടാൻ ചെന്നത്. പക്ഷേ അവിടെ പ്രശാന്ത് ശിവന് മുന്നിൽ ചുങ്ങിച്ചുരുങ്ങി നിൽക്കുന്ന ഒരു ആർഷോനെ അന്ന് മലയാളി കാണുകയുണ്ടായി. അന്ന് ആ സ്പർദ്ധ നടക്കുന്ന സമയത്താണ് ഒരു വെല്ലുവിളി പോലെ പ്രശാന്ത് ശിവൻ ഇത് പറഞ്ഞത്. പാലക്കാട് CPM 10 സീറ്റ് നേടുകയാണെങ്കിൽ ഞാൻ ഈ പണി, അതായത് രാഷ്ട്രീയം ഞാൻ ഉപേക്ഷിക്കുമെന്നാണ് അന്ന് അയാൾ വെല്ലുവിളിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇന്നെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 സീറ്റിലേക്ക് എത്താൻ CPMനും പറ്റിയില്ല, അവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എല്ലാവരും കൂടി ചേർന്നിട്ടും 10 സീറ്റ് അവർക്ക് തേച്ച് നേടാൻ പറ്റിയില്ല. 8 സീറ്റിൽ ഒതുങ്ങിപ്പോയിരിക്കുന്നു. സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കുക. അത് വളർന്നു വരുന്നൊരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ രാഷ്ട്രീയത്തിലേക്ക് തുടങ്ങിയതേ ഉള്ളൂ. അങ്ങനെ ഒരു വെല്ലുവിളി നടത്തുന്നു. എങ്ങാനും അവർ 10 സീറ്റ് നേടിയിരുന്നുവെങ്കിൽ ആ ചെറുപ്പക്കാരന് രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നേനെ. വാക്ക് പാലിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ വാക്ക് പാലിക്കുക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അയാൾക്ക് അത്രയേറെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നിരിക്കണം ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങളിൽ. അവർ BJP NDA 25 സീറ്റോടെ അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരിക്കുകയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി നിലനിർത്തി എന്ന് തന്നെ പറയാം. അവിടെ അവർ തന്നെ തുടർന്നും ഭരിക്കാനാണ് സാധ്യത. പക്ഷേ സംസ്ഥാനം ഒട്ടാകെ LDFന് തിരിച്ചടി കിട്ടിയിരുന്നു. അക്കൂട്ടത്തിൽ അവിടെയും തിരിച്ചടി കിട്ടിയിരിക്കുന്നു. അവർക്ക് 10 സീറ്റ് പോലും തേച്ച് പിടിക്കാൻ അവർക്ക് പറ്റിയില്ല എന്നിടത്താണ് ആ വെല്ലുവിളി, അന്നത്തെ ആ ആത്മവിശ്വാസത്തോടെ ആ വെല്ലുവിളി അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. അന്ന് ഈ പ്രശാന്ത് ശിവൻ ആർഷോയുടെ മുഖത്ത് നോക്കിയാണ് ഈ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾക്കിവിടെ 10 സീറ്റ് പിടിക്കാൻ പറ്റിയാൽ, ആ മുനിസിപ്പാലിറ്റിയിൽ 10 സീറ്റ് പിടിക്കാൻ പറ്റിയ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കും എന്ന പ്രശാന്ത് ശിവൻ്റെ ആ വെല്ലുവിളി ഇന്നെന്തായാലും അതിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. പ്രശാന്ത് ശിവൻ രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടതില്ല. വെല്ലുവിളിച്ച പോലെ തന്നെ അവർക്ക് 10 സീറ്റ് എത്താൻ പറ്റിയില്ല. 8 സീറ്റായപ്പോഴേക്കും അവർ തോൽവി സമ്മതിച്ചു. 8 സീറ്റേ അവർക്ക് പരമാവധി അവിടെ നേടാൻ പറ്റിയുള്ളൂ. പ്രശാന്ത് ശിവന് ആ വെല്ലുവിളിയിൽ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ തന്നെ തുടരാം. പക്ഷേ അതങ്ങനെ ഒരു വെല്ലുവിളി നടത്തണമെങ്കിൽ ഒരു വല്ലാത്ത ഒരു ആത്മവിശ്വാസം വേണം. അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് അത്രയേറെ അവരുടെ പൾസ് അറിയാനും ഒരുപക്ഷെ പറ്റിയിരിക്കണം. അതുകൊണ്ടായിരിക്കാം അന്ന് അത്രയും ആത്മവിശ്വാസത്തോടെ ആർഷോയ്ക്ക് നേരെ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തുകയും തുടർന്നായിരുന്നു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉന്തും തള്ളും ഒക്കെ ഉണ്ടാവുകയും ആർഷോ അങ്ങ് പുറകോട്ട് പോവുകയൊക്കെ ചെയ്തു. അത് മാധ്യമങ്ങളെല്ലാം കാണിച്ചതാണ്. അതേ ദിവസം തന്നെ നടന്ന സംഭവമാണിത്. അതിൽ എന്തായാലും പ്രശാന്ത് ശിവൻ വിജയിച്ചിരിക്കുന്നു.